ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ശ്രീജയുടെ മെയിൽ വായിക്കാം. മാഡം, എൻ്റെ പേര് ശ്രീജ. ഇപ്പോൾ 33 വയസ്സുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് വർഷമായി. മാഡം, ഞാൻ ഇത്തിരി തടിച്ചുരുണ്ട പ്രകൃതിയുള്ളൊരു സ്ത്രീയാണ്. അത്യാവശ്യം പൊക്കവും നല്ല മുഖസൗന്ദര്യവും എനിക്കുണ്ടെന്ന് എനിക്ക് തന്നെ തോന്നാറുണ്ട്. എന്നെ അങ്ങനെയാണ് ഞാൻ വിലയിരുത്തുന്നത്. ഒരു 7ാം ക്ലാസ് മുതലേ എൻ്റെ ശരീരം തടിച്ച പ്രകൃതിയായിരുന്നു. ചില ആൾക്കാരൊക്കെ വന്ന് എന്നോട് പ്രണയാഭ്യർത്ഥന നടത്തിയിട്ടുണ്ട് ചെറുപ്പകാലം മുതലേ. കാരണം എന്തൊക്കെയോ സംഗതികൾ എന്നുള്ളിലുണ്ടത്രേ എന്ന് പണ്ടേ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ കളിയാക്കലുകളാണെന്ന് എനിക്കറിയാം. ചില പെണ്ണുങ്ങൾ പറയുമായിരുന്നു, നിന്റെ ദേഹം കൊള്ളില്ല, ആവശ്യത്തിൽ കൂടുതലുള്ള വളർച്ചയാണെന്ന്. പക്ഷേ ചില പെണ്ണുങ്ങൾക്ക് അസൂയായിരുന്നു. ഇങ്ങനെയൊക്കെ ഞങ്ങൾക്ക് എപ്പോൾ വരുവടി മോളെ എന്ന് ചോദിക്കുമായിരുന്നു. രണ്ടിൻ്റെ ഇടയിൽ ഞാൻ കൺഫ്യൂഷൻ അടിച്ചു. ആണുങ്ങൾക്ക് എന്നെ ഇഷ്ടമാകുമോ, ഇഷ്ടം അല്ലാതാകുമോ, എനിക്ക് ഒന്നും അറിയില്ല. പക്ഷേ പ്രണയിക്കാൻ വന്ന പലരുടെയും കൈകൾ പല ഭാഗത്തേക്ക് നീങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ആണുങ്ങൾക്കിടയിൽ പ്രണയത്തിന് വിലയില്ലെങ്കിലും എൻ്റെ രൂപത്തിന് നല്ല വിലയാണുള്ളത്. പക്ഷേ കല്യാണ മാർക്കറ്റിൽ ഞാൻ പിന്തള്ളിപ്പോകുമോ എന്നൊക്കെ എൻ്റെ മനസ്സിൽ വളർന്നു വന്നപ്പോഴുണ്ടായിരുന്നു. എങ്കിലും എവിടെ പോയാലും ആളുകൾ എന്നെ അടിമുടി ഒഴിയുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ പിന്നീട് കുറച്ചുകൂടി വളർന്നു കഴിഞ്ഞപ്പോഴില്ലേ മാഡം, അത്ര വലിയ പ്രേമാഭ്യർത്ഥനകളൊന്നും വന്നില്ല. ആളുകൾ കണ്ണുകൊണ്ട് നമ്മളെ വല്ലാതെ നോക്കിവിടുന്നു. ആകെ കൂടി കൺഫ്യൂഷൻ്റെ അവസ്ഥയായിരുന്നു. ആദ്യം എന്നെ പെണ്ണ് കാണാൻ വന്ന ചില ചെക്കന്മാർ എനിക്ക് തടി കൂടുതലാണ് എന്ന് പറഞ്ഞ് എന്നെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ട്. അതെനിക്ക് വല്ലാത്ത നിരാശയുണ്ടായി. ഇനിയിപ്പോൾ എനിക്കിഷ്ടമുള്ളൊരു ചെക്കനെ കിട്ടുമോ എന്നൊക്കെ എനിക്ക് വലിയ പ്രശ്നങ്ങളായിരുന്നു മനസ്സിൽ. അതിനിടയ്ക്കാണ് ജാതകത്തിലുള്ള എൻ്റെ ദോഷം തിരിച്ചറിഞ്ഞത്. അതോടുകൂടി ചെക്കന്മാർ വരുന്നത് പോലും അങ്ങ് കുറവായി. അതോടുകൂടി പിന്നെയും എൻ്റെ മനസ്സ് ഡൗൺ ആവുകയായിരുന്നു. എന്നാണ് എൻ്റെ കല്യാണം? ഇത്രയും ആളുകൾ മോഹിച്ചിട്ടുണ്ട്, പക്ഷെ പ്രേമിച്ചിട്ടില്ല. കല്യാണം കഴിക്കുമോ? എനിക്ക് ഒന്നും അറിയില്ല. കൺഫ്യൂഷൻ നിറഞ്ഞൊരു ജീവിതമായിരുന്നു എൻ്റേത്. ചില സമയത്ത് തടി കുറയ്ക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ അത്ര വലിയ തടിയൊന്നും എനിക്കില്ല. എൻ്റെ ശരീരത്തിൽ പണ്ടേ അങ്ങനെയാണ്, കുറച്ച് സോഫ്റ്റാണ്. അത് എൻ്റെ കുറ്റമല്ലല്ലോ മാഡം. പിന്നെ ഞാൻ ശ്രമിച്ചിട്ടും ഒട്ടും കുറഞ്ഞില്ല. അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. കൂടിയതുമില്ല ഒന്നും. അപ്പോൾ പിന്നെ എന്ത് ചെയ്യാനാണ്? അങ്ങനെ ആശങ്കക്കടലിൽ നിൽക്കുമ്പോഴാണ് എനിക്കൊരാലോചന വന്നത്. ചെക്കനെ കണ്ടപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു. അത്യാവശ്യം കൊള്ളാം. എൻ്റെ അത്ര തടിയൊന്നുമില്ലെങ്കിലും ഒത്ത ഉയരവും വണ്ണവും മുഖശ്രീയും ഒക്കെയുണ്ട്. അങ്ങേർക്കും എന്നെ ഇഷ്ടപ്പെട്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ ജാതകങ്ങൾ തമ്മിൽ ചേരുക, അതാണല്ലോ മുഖ്യം. അങ്ങനെ ചേർന്ന് കിട്ടിയ ജാതകമായിരുന്നത് കൊണ്ട് 2ാമത്തെ മാസം എൻ്റെ കല്യാണം നടന്നു. ഇടയ്ക്ക് വിളിക്കുമായിരുന്നു. പുള്ളി പക്ഷേ ഒരു ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അത് നാട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന തിരക്കായിരുന്നു. ട്രിവാൻഡ്രത്താണ് ആ ബിസിനസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് കല്യാണം കഴിയുന്നതോടെ എല്ലാം നാട്ടിലാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനിടയ്ക്ക് വിശദമായിട്ട് അങ്ങ് സംസാരിക്കാനൊന്നും സമയം കിട്ടിയില്ല. എന്നോട് സ്നേഹമായിട്ട് സാധാരണ കാര്യങ്ങൾ സംസാരിക്കുമായിരുന്നു. ദൈനംദിന കാര്യങ്ങൾ ഷെയർ ചെയ്യുമായിരുന്നു. കല്യാണം കഴിഞ്ഞപ്പോഴും ആകെ അതേപോലെ തന്നെയാണ് മാഡം. വലിയ രീതിയിലുള്ള എന്തെങ്കിലും ആവേശം അദ്ദേഹത്തിന് കണ്ടില്ല. ഭയങ്കരമായി റൊമാൻറ്റിക് ആണെന്ന് പറയാൻ പറ്റില്ല, ഭയങ്കരമായി സ്നേഹമുണ്ടെന്ന് പറയാൻ പറ്റില്ല, എന്നാലോ സ്നേഹമില്ലെന്ന് പറയാൻ പറ്റില്ല. ഒരു ആവറേജ് രീതിയിലാണ് പൊയ്ക്കൊണ്ടിരുന്നത്. വഴക്കും വക്കാണോ ഒന്നും ഉണ്ടാക്കാൻ എന്നോട് വരില്ല. പിന്നെ വല്ലപ്പോഴും അദ്ദേഹത്തിന് തോന്നുമ്പോൾ മാത്രം എൻ്റെ അടുത്ത് വരും. അതിനു മുമ്പ് ഒരു 10 മിനിറ്റ് പോലും ഒരു സ്നേഹപ്രകടനങ്ങളുമില്ല. വന്നു കഴിഞ്ഞാൽ ഉടൻ എടുത്താറ്റിൽ ചാടണം എന്നുള്ളൊരു നിലയിലാണ് മനസ്സ്. ഏതൊരു പെണ്ണും ആദ്യം എല്ലാം അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും. വരുന്നിടത്ത് വെച്ച് കാണാമെന്ന്. ഞാനും അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു. 2ാമത്തെ വർഷമാകുന്നതിന് മുമ്പ് ഞാൻ ഗർഭിണിയായി. ഒരാൺകുഞ്ഞും പിന്നീട് ഉണ്ടായി മാഡം. അപ്പോഴും അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് അങ്ങനെ തന്നെയാണ്. ഇണക്കവുമില്ല, പിണക്കവുമില്ല, വലിയ കാര്യങ്ങളൊന്നുമില്ല. എൻ്റെ ജീവിതം ഇങ്ങനൊരു ഇട്ടാവട്ടത്തിൽ സെറ്റാകുമെന്ന് ഞാൻ മനസ്സിൽ കരുതി. അപ്പോഴേക്കും ഫ്രണ്ട്സുമായിട്ടുള്ള ടച്ചൊക്കെ വിട്ടുപോയിരുന്നു. പിന്നെ വീട്ടുകാര്യങ്ങൾ, കുട്ടിയുടെ കാര്യങ്ങൾ, ഇങ്ങനെ പല കാര്യങ്ങളുമായി ജീവിതം മുന്നോട്ട് പോവുകയായിരുന്നു. ഞാൻ PG അവസാന വർഷത്തെ പരീക്ഷ എഴുതിയെങ്കിലും ഞാൻ ജയിച്ചിരുന്നില്ല. 2ാമത് എഴുതാനും ശ്രമിച്ചില്ല. പിന്നീട് കുട്ടി ഉണ്ടായ ശേഷം 1-2 വയസ്സായി കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ അമ്മായിമ്മയാണ് നിർബന്ധിക്കാൻ തുടങ്ങിയത്. എടി, നീയും എന്തെങ്കിലും ജോലിക്ക് പോ, എഴുതി അത് എടുക്കാൻ നോക്ക് എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ചു. അങ്ങനെയാണ് ഞാൻ ഇറങ്ങിയത്. അപ്പോഴേക്ക് ഹസ്ബൻഡ് ബിസിനസ്സിൻ്റെ നല്ല മേഖലകളിലേക്ക് കടന്നു. ഭയങ്കര ബിസിയാണ്. വരുമ്പോൾ സ്നേഹമാണ്, വഴക്ക് ഒന്നുമില്ല മാഡം. പക്ഷേ എൻ്റെ അമ്മായിമ്മ എന്നോട് ഒരു ദിവസം പറഞ്ഞു, മോളെ, നിന്നെ ഞാൻ പഠിക്കാനും ജോലിക്കൊക്കെ പോകാനും നിർബന്ധിക്കുന്നത് എന്തിനാണെന്നറിയാമോ? എൻ്റെ അവസ്ഥയും പണ്ട് ഇങ്ങനെ തന്നെയായിരുന്നു. ജാതകമൊക്കെ
നോക്കിയിട്ടാണ് എൻ്റെ ഭർത്താവിനെ എനിക്ക് കല്യാണം കഴിക്കേണ്ടി വന്നത്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും സ്വസ്ഥത അനുഭവിക്കാൻ എനിക്കിട വന്നിട്ടില്ല. 3 കുട്ടികളുമുണ്ടായി. നീ വരുന്നതിന് മുമ്പ് എൻ്റെ ഹസ്ബൻഡ് മരിച്ചു പോയതുകൊണ്ട് നീ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ നിന്നോട് വഴക്കുണ്ടാക്കിയനി. സത്യം പറഞ്ഞാൽ അങ്ങേര് മരിച്ചു കഴിഞ്ഞാണ് സമാധാനം ഞങ്ങൾ അനുഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ വിശ്വസിക്കില്ല. പിന്നെ എൻ്റെ പൊന്നുമോളെ, നീയും ജാതകം നോക്കി വന്നവളാണ്. അപ്പോൾ അത്രയ്ക്കൊക്കെ പ്രാധാന്യമേ നിനക്കുള്ളൂന്ന് നീ മനസ്സിൽ കരുതണമെന്ന്. അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞേ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ അമ്മായിമ്മേനോട് പറഞ്ഞു, മോളെ എടി, എൻ്റെ മോൻ ആദ്യം ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. മെലിഞ്ഞിരിക്കുന്ന ഒരു പെണ്ണിനെയാണ് അവനിഷ്ടം. പണ്ടേ അവന് മെലിഞ്ഞ പെണ്ണുങ്ങളെയാണ് ഇഷ്ടം. അതെന്താ അമ്മേ, പണ്ട് പ്രേമം മറ്റും ഉണ്ടായിരുന്നോ? ആ, പ്രേമമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പൊട്ടിപ്പോയില്ലേ, വർഷങ്ങളായി. അതൊന്നും നീ സംശയിക്കേണ്ട കാര്യമില്ല. എങ്കിലും മെലിഞ്ഞ പെണ്ണുങ്ങളെയായിരുന്നു ഇഷ്ടം. പക്ഷേ കണ്ട ഒരു പെണ്ണ് ജാതകം ചേരില്ലടി. അവസാനമാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത മുഖശ്രീയുള്ള നിന്നെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഞാനാണ് പറഞ്ഞത് കല്യാണം കഴിക്കാം, അവളൊരു നല്ല പെൺകുട്ടിയായിരിക്കുമെന്ന്. അവനാണെങ്കിൽ ഒരു 0% പോലും താല്പര്യമില്ലായിരുന്നു. പക്ഷെ പിന്നീട് എല്ലാവരും കൂടി പറഞ്ഞു, നല്ലൊരു പെണ്ണാണ് കാണാൻ, ഇത്തിരി വണ്ണമുണ്ടെന്നേ ഉള്ളൂ, അതിനെന്താ എന്ന് പറഞ്ഞ് അവനെ നിർബന്ധിച്ച് കല്യാണം കഴിപ്പിച്ചതാണ്. പക്ഷേ ഇതുവരെ അവൻ നിന്നോട് പ്രശ്നമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. എങ്കിലും എനിക്കറിയാം മോളെ, നിന്നോടുള്ള പരിഗണന വളരെ കുറവാണ്. അതെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അവൻ ഒരുമാതിരി അഴിച്ചുവിട്ട കോഴിയെപ്പോലെ നടക്കുകയാണ്. നീയാണെങ്കിൽ ഇവിടെ ഇരുന്ന് മുരടിച്ചു പോകുന്നു. കുട്ടികളെയും വളർത്തി നിൻ്റെ ജീവിതം ഇങ്ങനെ പോകും. ഒരു റിലാക്സേഷനുമില്ല. പുറത്തൊക്കെ പോയി നീ പഠിക്കുകയോ ജോലി ചെയ്യുക. അപ്പോൾ ലൈഫ് ബാലൻസ് ചെയ്ത് പോകാമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ശരിക്കും എനിക്ക് വിഷമം വന്നു. ഭർത്താവിന് എന്നോട് ഒട്ടും ഇഷ്ടമില്ലാതെയാണ് ഈ കല്യാണം നടന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു. അമ്മായിയമ്മ എന്നോടത് പറയണ്ടായിരുന്നു. എനിക്ക് മനസ്സിന് വിഷമമായി. ഭർത്താവ് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അകൽച്ച പാലിച്ചു. അന്ന് പുള്ളിക്ക് ആവശ്യമുള്ളൊരു ദിവസമായിരുന്നു. എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. അന്ന് ആദ്യമായിട്ടാണ് പറഞ്ഞത്. അപ്പം എന്നോട് ദേഷ്യപ്പെട്ടു. ഞാനിപ്പോൾ പൊട്ടിത്തെറിച്ചു. നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം ഞാനെന്താ ഉപകരണം വല്ലതും ആണോ, വീണയോ മറ്റോ ആണോ വായിക്കാൻ? അതുകൊണ്ട് എനിക്ക് പറ്റില്ല, എനിക്ക് സ്നേഹം കൂടി വേണം എന്നൊക്കെ പറഞ്ഞ് അന്ന് രാത്രി വഴക്കുണ്ടാക്കി. എന്നോട് ചോദിച്ചു നിനക്കെന്താ പറ്റിയെന്ന്. അപ്പം ഞാൻ അമ്മായിമ്മ പറഞ്ഞതുൾപ്പെടെ എണ്ണി ചോദിച്ചു, പഴയ കാമുകിമാരെ ഇപ്പോഴുമുണ്ടോ? അവരുടെ കൂടെ റിലാക്സേഷൻ ഉണ്ടോ? അതുകൊണ്ടാണോ എനിക്ക് ഇടയ്ക്ക് വിശ്രമം? നിങ്ങൾക്ക് തോന്നുമ്പോൾ അധ്വാനം, അത് ശരിയല്ല, അത് നടക്കില്ല എന്നൊക്കെ പറഞ്ഞു. ആദ്യം പുള്ളി എന്തൊക്കെ എന്നെ പറഞ്ഞെങ്കിലും പിന്നീട് അതൊക്കെ എന്നോട് പറഞ്ഞ് സോറി പറഞ്ഞു. എൻ്റെ മനസ്സിൽ എനിക്ക് അങ്ങനെ തന്നെയാണ്. നല്ല ഷേപ്പുള്ള മോഡൽസിനെ പോലുള്ള പെണ്ണുങ്ങളാണ് എനിക്കിഷ്ടം. പക്ഷേ യഥാർത്ഥ ജീവിതത്തിൽ അങ്ങനെ പെണ്ണിനെ കിട്ടില്ല. എൻ്റെ കാമുകി അങ്ങനെയായിരുന്നു. പക്ഷേ അവളെ സ്വന്തമാക്കാൻ എനിക്ക് പറ്റിയില്ല. എനിക്ക് നിന്നോട് വെറുപ്പൊന്നുമില്ല, പക്ഷേ താല്പര്യക്കുറവുണ്ട്. വല്ലപ്പോഴും മാത്രമേ എനിക്ക് താല്പര്യം വരികയുള്ളൂ. അതുകൊണ്ടാണ് നിൻ്റെ അടുത്തേക്ക് വരുന്നത്. ആ ദിവസം നീ മനസ്സിലാക്കി പെരുമാറണമെന്ന്. ഞാൻ പറഞ്ഞു, അങ്ങനെ താല്പര്യം ഉൽപ്പാദിപ്പിക്കുന്ന മെഷീനൊന്നുമല്ല ഞാൻ എന്ന് പറഞ്ഞ് പിന്നെ വഴക്കുണ്ടാക്കി. അതോടുകൂടി ഭർത്താവ് ഞാനുമായുള്ള എല്ലാ അടുപ്പവും അങ്ങ് നിർത്തി മാഡം. പിന്നെ പുള്ളി അതേക്കുറിച്ച് എന്നോട് ഒന്നും ചോദിക്കാനും പറയാനും വന്നില്ല. പൈസ കയ്യിൽ കൊണ്ട് തരും. എന്നിട്ട് എന്നോട് അത്യാവശ്യ കാര്യങ്ങൾ സംസാരിക്കും. നോർമൽ കാര്യങ്ങൾ മാത്രം. കുട്ടിയുടെ കാര്യം നോക്കും. അത് കഴിയുമ്പോൾ പുള്ളി എവിടെയെങ്കിലും നോക്കിക്കിടന്ന് കുറേ മൊബൈൽ കാണും, ഇല്ലെങ്കിൽ TV കാണും, പിന്നെ കിടന്നുറങ്ങും. ഒരു ദിവസം ഞാൻ മടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ എന്നെയും കൺസിഡർ ചെയ്യണമെന്ന്. അപ്പോൾ എന്നോട് പറഞ്ഞു, അതൊക്കെ എനിക്ക് തോന്നുമ്പോഴാകട്ടെ, നിനക്ക് ഇപ്പോൾ തോന്നി വെച്ചിട്ട് എനിക്ക് നിന്നോടൊന്നും തോന്നില്ല. അന്നത്തെ നിൻ്റെ വാചകത്തോടു കൂടി എനിക്ക് 0% എന്നുള്ളത് 100% താഴെ 0% ആയി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അപ്പം നിങ്ങൾക്ക് എന്നോടിനി ഒന്നിനും താല്പര്യമില്ലെന്ന്. പുള്ളി പറഞ്ഞു, ഒരു താല്പര്യവുമില്ല. അപ്പോൾ ഞാനെന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും പുള്ളി പറഞ്ഞു, നിനക്ക് ഒട്ടും പറ്റുന്നില്ലെങ്കിൽ മുള്ളു മുരിക്കിലോ മുള്ളു വേങ്ങയിലോ അല്ലെങ്കിൽ പനയിലോ കയറി കൈവിടാമെന്ന്. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് അപമാനം പോലെ തോന്നി. പിന്നെ തർക്കിക്കാനൊന്നും പോയില്ലേ മാഡം. ഞാനും ഒന്നും വേണ്ട എന്ന് കരുതി അങ്ങ് ജീവിച്ചു. പക്ഷേ എൻ്റെ അമ്മായിയമ്മ കുറച്ചൊക്കെ മനസ്സിലാക്കി ഞാൻ ഉപദേശിച്ചു, സാരമില്ല, അവൻ ശരിയാകുമെന്ന്. പക്ഷേ അയാൾ ശരിയായില്ലേ മാഡം. ഇതിനിടയ്ക്ക് ഞാൻ പഠിച്ചു, ചെറിയൊരു ജോലിക്ക് പോകാൻ തുടങ്ങി. രണ്ടാമതൊരു കുട്ടി ഞങ്ങൾക്കുണ്ടായില്ല. പിന്നെ അമ്മായിമ്മ അവൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിക്കോളും. അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളുമില്ലായിരുന്നു. ഞാൻ ജോലിക്ക് പോകാൻ തുടങ്ങി. എൻ്റെ ജോലിയെക്കുറിച്ച് ഭർത്താവ് കൂടുതലൊന്നും ചോദിച്ചില്ല. ഒരു ദിവസം ഭർത്താവിൻ്റെ ഫോൺ യാദൃശ്ചികമായി ഞാൻ എടുത്ത് നോക്കി. അതിനകത്ത് ഇഷ്ടം പോലെ ചാറ്റുണ്ട്. എല്ലാം പുള്ളിക്ക് ഇഷ്ടപ്പെട്ട പെണ്ണുങ്ങൾ. പുള്ളി ആക്റ്റീവായി ഇറങ്ങി തിരിച്ചെന്ന് എനിക്ക് മനസ്സിലായി. ഒരു ദിവസം ഞാൻ മനഃപൂർവ്വം വഴക്കുണ്ടാക്കാൻ വേണ്ടി ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും പുള്ളി പറഞ്ഞു, എനിക്ക് ഒട്ടും താല്പര്യമില്ല, വേണമെങ്കിൽ വിവാഹമോചനം തരാം, എനിക്ക് വേറെ കല്യാണം കഴിക്കണം
വേണമെന്നൊന്നുമില്ല. ഒന്നുകിൽ നിനക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാം, അല്ലെങ്കിൽ എന്നെ ഇഷ്ടമുള്ള പോലെ വിടുക എന്ന് പറഞ്ഞു. അന്നത്തെ വഴക്ക് അമ്മായിമ്മ കേട്ടു. എന്നോടൊന്നും ചോദിച്ചില്ല. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഭർത്താവിൻ്റെ കാറിൽ ഒരു പെണ്ണിനെയും കൊണ്ട് ചുറ്റുന്നത് ഞാൻ കണ്ടു. അന്ന് ഞാൻ വഴക്കുണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്കും അമ്മായിമ്മ കയറി ഇടപെട്ടു. ഞാൻ അന്ന് അമ്മായിമ്മയോട് ഭർത്താവിൻ്റെ മുന്നിൽ വെച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞു. അമ്മായിമ്മ അന്ന് എൻ്റെ ഭർത്താവിനെ നല്ല ഓരോന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഭർത്താവ് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞിട്ടാണ് അവളെ കിട്ടിയത്, അല്ലെങ്കിൽ ഞാൻ മെലിഞ്ഞ പെണ്ണെ കിട്ടിയുള്ളൂന്ന്. അമ്മായിമ്മ ആ സമയത്ത് എൻ്റെ ഭർത്താവിന് ഒരെണ്ണം കൊടുത്തു. എടാ, നിനക്ക് ജാതകവും ചേരണം, മെലിഞ്ഞ പെണ്ണെ കിട്ടണം, എവിടെ കിട്ടാനാ? ഇനി മേലിലൂടെ വഴക്കുണ്ടായി കഴിഞ്ഞാൽ നിനക്ക് 5 പൈസയുടെ സ്വത്ത് ഞാൻ തരില്ല, ഇവിടുന്ന് ഇറങ്ങിക്കോണം എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രശ്നമുണ്ടാക്കി. അതേപോലെ തന്നെ നാത്തൂനെയൊക്കെ വിളിച്ച് പറയുകയും ചെയ്തു. അതോടുകൂടി ഭർത്താവ് ഒന്നൊതുങ്ങി. പിന്നെ പണം കയ്യിൽ തരും, കുഞ്ഞിനെ നോക്കും, അതല്ലാതെ എന്നോട് മിണ്ടാട്ടമേ ഇല്ലാതായി. ഒരു ദിവസം എൻ്റെ അമ്മായിമ്മനെ വിളിച്ചിട്ട് ചോദിച്ചു, എടി നിൻ്റെ ഉദ്ദേശം എന്താണ്? ഞാൻ ചോദിച്ചു, എന്തുദ്ദേശം? നിൻ്റെ ഭർത്താവുമായിട്ട് നിനക്ക് എന്തെങ്കിലും ഇണക്കമുണ്ടോ ഇപ്പോൾ? ഞാൻ പറഞ്ഞു, ഇല്ല. നിനക്ക് വിവാഹമോചനം വേണമെന്ന് ആഗ്രഹമുണ്ടോയെന്ന്. അതല്ല അമ്മേ നല്ലത്, ചേട്ടൻ മെലിഞ്ഞ പെണ്ണിനെ കല്യാണം കഴിച്ചോട്ടെ എന്ന് പറഞ്ഞു. അമ്മ ഇത്തിരി കരഞ്ഞപ്പോൾ കരഞ്ഞു. എന്താമ്മേ എന്താമ്മേ ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു, എനിക്കാണെങ്കിൽ എടി നമ്മുടെ കുഞ്ഞിനെ പിരിയാനൊന്നും പറ്റില്ല, നീയും കുഞ്ഞിവിടെ ഉണ്ടാകുന്നതാണ് നല്ലത്. എല്ലാ അമ്മായിമ്മമാരെ പോലെയും ഞാൻ ചിന്തിക്കാറില്ല. എനിക്കാണെങ്കിൽ നിന്നെ ഇഷ്ടമാണ്. എൻ്റെ 3 തല തെറിച്ച മക്കളെക്കാൾ നല്ലത് നീയാണ് എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ എന്താ ചെയ്യുക അമ്മേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മ എന്നോട് പറഞ്ഞു, എടി എൻ്റെ ലുക്കി നീ നോക്കുമ്പോഴില്ലേ സുന്ദരിയാണ്. നിനക്ക് അത്യാവശ്യം ആണുങ്ങൾ മോഹിക്കുന്ന എല്ലാ സൗന്ദര്യമുണ്ട്. പിന്നെ എൻ്റെ മകൻ മെലിഞ്ഞ പെണ്ണുങ്ങളുടെ പുറകെ പോയി തലതിരിഞ്ഞത് എങ്ങനെയാണെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. അത് ആണുങ്ങളുടെ മനസ്സിലിരിപ്പാണ്. ഓരോന്നിനും ഓരോ രീതിയിലുള്ള കുത്തിപ്രശ്നങ്ങളാണല്ലോ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവൻ ഏത് വഴിക്കെങ്കിലും പോട്ടെ. അത് അമ്മ പറഞ്ഞ് വിവാഹമോചനം വേണമെന്ന്. എടി വിവാഹമോചനമൊന്നും വേണ്ട, പൈസ ഒക്കെ കറക്റ്റായിട്ട് കൊണ്ടുതരും. കൊച്ചിനോട് സ്നേഹമുണ്ട്. അവൻ വേറെയാണ് കിടക്കുന്നതെന്നോ അല്ലെങ്കിൽ മാറിയാണ് കിടക്കുന്നതെന്നോ അല്ലേ നീ പറഞ്ഞത്? അതെ അമ്മേ, നിന്നോട് യാതൊരു താല്പര്യവുമില്ല. ഇല്ലെന്ന് പ്രഖ്യാപിച്ചു. എങ്കിൽ ഒരു കാര്യം ചെയ്യേ, വഴക്കിനും വക്കാണത്തിനും വേറെ കല്യാണത്തിനൊന്നും പോണ്ട. വേറൊരു കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ നീ ഇപ്പോഴും 2ാം തരക്കാരിയായിരിക്കും. പിന്നെ നിൻ്റെ കുഞ്ഞിനും അത് പ്രശ്നമാകും. അതുകൊണ്ട് ഞാൻ പറയുന്ന ഉപായം നീ ചെയ്യുക. മോളെ, ഞാനിനി പച്ചയ്ക്ക് വേറൊരു കാര്യം പറയാം. അമ്മയുടെ ജീവിതത്തിലും ഇതുപോലൊക്കെ തന്നെയായിരുന്നു. അങ്ങേരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രമാണ് ഞാൻ ജീവിച്ചത്. എനിക്കിപ്പോൾ ഇത്രയും പ്രായമുണ്ട്. എന്നാലും ഞാൻ ഒരു കാര്യം പറയാം, എൻ്റെ താല്പര്യങ്ങൾ ഇപ്പോഴും പോയിട്ടില്ല. മനസ്സിപ്പോഴും ആക്റ്റീവാണ്. പക്ഷേ ഒരിക്കൽ പോലും ആക്ടിവിറ്റീസിന് വേണ്ടി ആക്റ്റീവാകാൻ പറ്റിയ ഒരന്തരീക്ഷം എനിക്കുണ്ടായിട്ടില്ല. അമ്മ എന്തൊക്കെ പിച്ചുപയോ പറയുന്നത്? എടി ഞാൻ പറഞ്ഞത് കേൾക്കാം. അവൻ പോയി കഴിഞ്ഞാൽ നിന്നെ ആരാധിക്കുന്ന 100 ചെക്കന്മാരിവിടെ ഇല്ലേ? ഫേസ്ബുക്കൊക്കെ ഞാൻ ഉപയോഗിക്കുന്നതാണ്. നിന്നെപ്പോലെ ഇരിക്കുന്ന പെണ്ണുങ്ങളെയൊക്കെ ആൾക്കാർക്ക് ഭയങ്കര ക്രേസാണ്. എന്ത് വേണം? എൻ്റെ ഒരു ഫോട്ടോ ഞാനാണെങ്കിൽ അമ്പലത്തിൽ പോന്ന് ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇൻബോക്സിൽ വന്നിട്ട് ചേച്ചി സൂപ്പറാണ്, ആൻറ്റി സൂപ്പറാണെന്ന് പറയുന്ന നാട്ടിൽ നിന്നെപ്പോലെ തടിച്ച് ഉരുണ്ട സുന്ദരിയായ ഒരു പെണ്ണിന് 1000കണക്കിന് ആരാധകർ കാണില്ലേ? എന്ന് വെച്ചിട്ട് അമ്മേ 1000 പേരെ ഇപ്പോൾ എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റുമോ? എടി 1000 പേരെ കല്യാണം കഴിക്കുന്നത് എന്തിനാണ്? നിനക്ക് ഇഷ്ടമുള്ളവന്മാരെ നീ അങ്ങ് കണ്ടെത്തുക. നിൻ്റെ ഭർത്താവില്ലേ, അവന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 100 മെലിഞ്ഞ പെണ്ണിനെ കിട്ടും. പക്ഷേ അരി എറിഞ്ഞാൽ 1000 കാക്ക എന്ന് പറഞ്ഞതുപോലെ നീ ഒന്ന് വിരൽ നൊടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ 10,000 ആളുകൾ പറന്നു വരും. അതിലിടെ പെണ്ണിൻ്റെ മിടുക്ക്. അമ്മയപ്പം പറഞ്ഞത് ഞാൻ ആ വഴി നോക്കണമെന്നാണോ? എന്തായാലും കുഞ്ഞുമായിട്ട് ഈ വീട് വിട്ടു പോകുന്നത് എനിക്ക് ഒട്ടും താല്പര്യമില്ല. ആ വഴി അങ്ങ് നോക്കിക്കൂ. അല്ലമ്മേ, ഞാൻ ഒരാളെ കണ്ടെത്തിയാലും ഞാൻ അയാളുടെ കൂടെ എവിടെ പോകാനാണ്? വല്ല ലോഡ്ജിലോ ഹോട്ടലിലോ അയാളുടെ ഇഷ്ടത്തിന് പോയി കഴിഞ്ഞാൽ ഇക്കാലത്ത് എന്താ നടക്കുമെന്ന് അറിയാമല്ലോ. അപ്പോൾ അമ്മ പറയുകയാണ്, എടി വിശ്വസ്തരായ ആൾക്കാർ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. കാര്യം അവർക്കും കുഞ്ഞുകുട്ടി പരാധീനങ്ങളൊക്കെ ഉണ്ട്. അവരും നോക്കി കണ്ടും ഒക്കെ മുന്നേറുന്ന ആളുകളുണ്ട്. അത്തരം ആളുകളെ നീ തിരഞ്ഞെടുത്താൽ മതി. എന്നാലും അമ്മേ, എനിക്കങ്ങനെ ദൂര സ്ഥലങ്ങളിലൊന്നും പോകുന്നത് കംഫർട്ടല്ല. എടി ദൂര സ്ഥലത്ത് എന്താ പോകുന്നത്? ഞാനിവിടെ ഇല്ലേ, ഇവിടെ വന്നാൽ പോരെ? ഇത്രയും വലിയ വീട്, ദേ ഗസ്റ്റ് റൂം തന്നെ 2 ഉണ്ട്. നിനക്ക് ആളുകളെ വിളിച്ചുകൊണ്ട് വരരുതോ? അവനാണെങ്കിൽ ഇപ്പോൾ ബിസിനസ്സാണെന്ന് പറഞ്ഞ് പോകില്ലേ? അവൻ എവിടെയെങ്കിലും പോയി തൊലയിട്ടിടി. നീ വിളിച്ചുകൊണ്ട് വാ. അമ്മയില്ലേ, അമ്മ നിന്നെ സഹായിക്കും. പക്ഷേ ഒരു കണ്ടീഷനുണ്ട്. എന്ത് കണ്ടീഷനാമ്മേ? മോളെ, എനിക്ക് പറ്റിയതാണെങ്കിൽ മോൾ എക്സ്ചേഞ്ച് പോളിസി എനിക്കും എടുത്തു തരണം. അത് കേട്ട് ഞാൻ പൊട്ടിച്ചിരിച്ചു. അമ്മ എന്നെ കളയാക്കാൻ വേണ്ടിയിട്ടും എന്നെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടും എൻ്റെ മനസ്സറിയാൻ വേണ്ടിയിട്ടും പറയുകയല്ലേ? അപ്പം അമ്മ ഗൗരവത്തോട് പറഞ്ഞു, അല്ല,
ഇതെല്ലാവർക്കും ആവശ്യമാണ്. അവനവനെ സാറ്റിസ്ഫൈ ചെയ്യണം, അവനവൻ്റെ ആഗ്രഹങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യണം. അതിനു വേണ്ടിയിട്ടാണ് ആളുകൾ ജീവിക്കുന്നത്. കരഞ്ഞും പിഴിച്ചും ഞാൻ ഇത്രയും കാലം കഴിഞ്ഞു. ഇനി എനിക്ക് റിലാക്സ് ആകണം. നീ എത്രയും പെട്ടെന്ന് റിലാക്സ് ആയിക്കോ, അല്ലെങ്കിൽ ഒരു പ്രായമായി കഴിയുമ്പോഴേക്കും എന്നെപ്പോലെ ദുഃഖിക്കേണ്ടി വരും. എനിക്കിനി ദുഃഖിക്കാൻ വയ്യ. നീ ഒന്നോർക്കുക, എനിക്ക് പറ്റിയ ആളാണെങ്കിൽ മാത്രം, അല്ലാതെ നിന്റെ കാമുകന്മാരെയൊന്നും കട്ടെടുക്കാൻ വരുന്നവളല്ല ഞാൻ. അമ്മയല്ലേ പറഞ്ഞത്? അമ്മ അമ്പലത്തിൽ പോയപ്പം ഫോട്ടോ ഇട്ടപ്പോഴേക്കും ഏതോ ചെക്കന്മാർ വന്നിട്ട് അമ്മ സുന്ദരിയാണ്, അമ്മ ആൻറ്റിയാണ്, ഹോട്ടാണെന്നൊക്കെ പറഞ്ഞത്. എങ്കിൽ അമ്മയ്ക്ക് തന്നെ തുടങ്ങിക്കൂടെ? എനിക്കാണെങ്കിൽ സോഷ്യൽ മീഡിയ ഒന്നും ആക്റ്റീവായിട്ടിരിക്കുന്ന പ്രൊഫൈൽ പോലും ഇല്ല. ഷോ, ഇവളൊക്കെ എന്തിനു രാവിലെ ഒരുങ്ങി കിട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോവാ എന്ന് പറഞ്ഞ് അമ്മായിമ്മേനെ കുറ്റം പറഞ്ഞു. അമ്മ സീരിയസ് ആയിട്ടാണ് ഈ പറഞ്ഞത്. അല്ല, സീരിയസ് അല്ല എന്ന് പറഞ്ഞ് അമ്മ വഴക്ക് പറഞ്ഞു. എടി, ഒരു കാര്യം ചെയ്യാം, ഇനി നമുക്ക് രണ്ടുപേർ കൂടി അമ്പലത്തിലോ എവിടെയെങ്കിലും പോകുമ്പോഴേക്ക് പിക്ചർ ഇടാം. അപ്പോൾ കുറേ പേരുണ്ട്, അമ്മമാർ വരും. അതിൽ നിന്നൊരാളെ ഞാനങ്ങ് തിരഞ്ഞെടുക്കാം. അങ്ങനെയാണെങ്കിൽ അമ്മ ഒരു കാര്യം ചെയ്യുക, അമ്മ തിരഞ്ഞെടുക്കുന്ന ആളെ അമ്മ തന്നെ അങ്ങ് മീറ്റ് ചെയ്യേ. ഫസ്റ്റ് അമ്മ, ഞാൻ കൂട്ടി നിൽക്കാം, കണ്ണടയ്ക്കാം. അതെന്താടി അങ്ങനെ? നീലെ ചെറുപ്പക്കാരി അല്ല, അമ്മയ്ക്കല്ലേ ഒത്തിരി നാളായിട്ട് മഴ പൊഴിയാതിരിക്കുന്നത്. അമ്മ തിരഞ്ഞെടുക്കുന്ന ആളെ ഞാനും അങ്ങ് സപ്പോർട്ട് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അതല്ല, നിന്റെ മനസ്സിൽ എന്തോ ഒരു ദുരുദ്ദേശമുണ്ട്. ഉണ്ടമ്മേ. ഞാനാണെങ്കിൽ ആദ്യം തുടങ്ങുകയാണെങ്കിൽ അമ്മ ഇനി വഴക്കിടുമ്പോൾ പറയും നീയാണ് ആക്രാന്തം മുതൽ തുടങ്ങിയെന്ന്. ഇതാകുമ്പോൾ അമ്മ സീനിയറാണ്, അമ്മ തന്നെയാണ് പദ്ധതി ഇട്ടത്, അമ്മ തന്നെ അത് തുടങ്ങി തറക്കല്ലിട്ടു. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഇഷ്ടിക ഞാൻ എടുത്ത് വെക്കാമെന്ന് പറഞ്ഞു. അമ്മ അത് കിട്ടി പൊട്ടിച്ചിരിച്ചു. എടീ, നീ അതിബുദ്ധിക്കാരിയാണ്. എന്തായാലും ഈ ബുദ്ധി നിനക്കില്ലാതെ പോയല്ലോ, അതിശയം തന്നെ. അമ്മ അങ്ങ് തറക്കല്ലിടമ്മേ, ഞാൻ പിന്നീട് കട്ട വെക്കാമെന്ന് പറഞ്ഞില്ലേ? കട്ടയല്ല, നിനക്ക് സിമെൻറ്റ് കട്ടയും കൊണ്ട് തരാവടി എന്ന് പറഞ്ഞ അമ്മ ദേഷ്യപ്പെട്ടെങ്കിലും അമ്മ പിന്നീട് ഞാനും അമ്മയും കൂടെ പോയ ഒരു ഫോട്ടോ വേറൊരാളെ കൂടെ എടുപ്പിച്ച് ഫേസ്ബുക്കിലിട്ടു. അപ്പോഴേക്കും ഇൻബോക്സിൽ കുറേ ചെക്കന്മാർ വന്നു. എന്നെ അമ്മ അവിടെ പ്രൊഫൈലെല്ലാം കാണിച്ചു. ഞാൻ പറഞ്ഞു, അമ്മ ഈ ചെക്കൻ സൂപ്പറാണ്, യഥാർത്ഥത്തിൽ ഇവൻ അമ്മയെ തേടി വരുമോ? അയ്യോ, അവനല്ല, വേണമെന്നുണ്ടെങ്കിൽ അവൻ്റെ 2 തലമുറ എന്നെ തേടി വരുമെന്ന് അമ്മയ്ക്ക് കോൺഫിഡൻസ്. അതെന്താ അങ്ങനെ? ഇടി, നീ ബാക്കി ചാറ്റ് നോക്ക്, പണ്ടുള്ള ചാറ്റുകളൊക്കെ. ചെക്കൻ്റെ പുറകെ നടക്കുക. എത്ര വയസ്സ് കാണും അമ്മേ? 25 അടി. കൊള്ളാം, കിളന്ത് പ്രായം. അമ്മയ്ക്ക് പറ്റി കൂട്ടി തന്നെ. അമ്മേ, ഞാനങ്ങ് കണ്ണടയ്ക്കാം. എന്നാ അമ്മേ സുമുഹൂർത്തം? അമ്മ പറഞ്ഞു. എന്നാണ് നീ അങ്ങ് പറ, ഒരു പ്രശ്നവുമില്ല, നീ ഇവിടെ കാണണം. കാര്യം കഴിഞ്ഞാൽ എനിക്ക് പേടിയാ, ഒന്ന് ശ്രദ്ധിക്കണ്ടേ? ഞാൻ പറഞ്ഞ മേരി കാര്യം ചെയ്യാം. അങ്ങേര് ഞായറാഴ്ച ഒന്നും ഇവിടെ ഇല്ലല്ലോ, ചില ദിവസം അങ്ങ് പോകുമല്ലോ, അങ്ങനെയുള്ളൊരു ദിവസം ഒരുങ്ങിയിരിക്കാൻ അവനോട് പറയാൻ പറഞ്ഞു. അങ്ങനെ അടുത്ത ഞായറാഴ്ച ഹസ്ബൻഡ് എവിടെയോ കോഴിക്കോടോ കൊയിലാണ്ടിലോ ആണെന്ന് പറഞ്ഞിട്ട് പോയി. അപ്പോൾ ഞങ്ങൾ മാത്രമേ ഉള്ളൂ അവിടെ. കുഞ്ഞിനെ കൊണ്ട്, കുഞ്ഞമ്മയുണ്ട്, അമ്മയുടെ അനിയത്തി ഒരു 2 കിലോമീറ്റർ അപ്പുറത്താണ്. അവിടെ കൊണ്ടങ്ങ് വിട്ടു. കുഞ്ഞമ്മയ്ക്കാണെങ്കിൽ കൊച്ചുമക്കളില്ല, അതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞിനെ നോക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് അവനെ നോക്കിക്കോളും, എന്ത് വേണമെങ്കിലും പുള്ളിക്കാരി ചെയ്തോളും. കൊണ്ടുവിട്ടിട്ട് ഞങ്ങൾ അവനെ കാത്തിരുന്നു. അവൻ ഊണൊക്കെ കഴിച്ചിട്ട് 2 മണിക്കാണ് വന്നത്. പകൽ 2 മണി. ഞാനാണെങ്കിൽ ആ സമയത്ത് എൻ്റെ മുറിയിൽ പോയി കിടന്നു. എങ്കിലും അമ്മ അവനെ കയറ്റി കഥ കടച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ സിറ്റ് ഔട്ടിൽ വന്നിരുന്നു. കാര്യം ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ മാനേജ് ചെയ്യണ്ടേ? അമ്മയാണെങ്കിൽ എനിക്ക് മൊബൈലിൽ കൂടി മെസ്സേജ് അയച്ചു ചോദിച്ചു ഓക്കെ അല്ലേന്ന്. ഞാൻ പറഞ്ഞു ഓക്കെ ആണമ്മേ, ഞാൻ സിറ്റ് ഔട്ടിൽ ഇരിപ്പുണ്ട്. അമ്മ ഒന്നുകൊണ്ടും പേടിക്കണ്ട, അമ്മ പാലം കുലുക്കൂ, ഇവിടെ കേളൻ കുലുങ്ങില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ അവിടെ മന്ത്രോച്ചാരണം തുടങ്ങി. ഇടയ്ക്ക് ചില മണിയടികൾ എനിക്കും കേൾക്കാമായിരുന്നു. ഞാനത് ആസ്വദിക്കുകയും ചെയ്തു, ഊറിച്ചിരിക്കുകയും ചെയ്തു. എന്തായാലും 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ചെക്കൻ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ സിറ്റ് ഔട്ടിൽ ഇരിപ്പുണ്ട്. അവൻ എന്നെ കണ്ടില്ലല്ലോ. എന്നെ കണ്ട ചെക്കൻ അത്ഭുതപ്പെട്ടു. അപ്പം അമ്മ, മോനെ ഇതാണ് എൻ്റെ മരുമോൾ കേട്ടോ, ടാറ്റ, നീ പോയിട്ട് വാടാ, നീ അടുത്ത ദിവസം എപ്പോഴാണ് ഇറങ്ങുന്നത് പറഞ്ഞാൽ അത് കേട്ടോ. ചെക്കൻ എന്നെ നോക്കിയിട്ട് ചിരിച്ചിട്ട് പോയി. മാഡം 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അമ്മായിമ്മയുടെ വിസ്തരിച്ചതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്തുണ്ട് അമ്മായിമ്മയ്ക്ക് മെസ്സേജ്. അയ്യോ, ആ ചേച്ചി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമെന്ന്. അമ്മായി പറഞ്ഞു ഒരു പ്രശ്നം ഉണ്ടാക്കില്ല, അവൾ സഹകരണ സംഘത്തിൻ്റെ വലിയൊരു നേതാവാണെന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ തന്നെ അവൻ ചേച്ചി സൂപ്പർ സുന്ദരിയാണ്, ശരിക്കും എനിക്ക് ഒത്തിരി ഇഷ്ടമായെന്ന് പറഞ്ഞ് കാതരമായി സംസാരിക്കുന്നു. അമ്മായിമ്മ പറഞ്ഞു അവൾ ഇത്തിരി വിലപിടിപ്പുള്ളതാണ്, അവൾക്കിതൊന്നും ഇഷ്ടമല്ല. എൻ്റെ മോൻ്റെ ഭാര്യയല്ലേ, എൻ്റെ മോൻ തന്നെ നല്ലൊരു സുന്ദരനാണ്, എല്ലാ കാര്യങ്ങളും അവൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നവനാണ്, പിന്നെന്തിനാണ് അവൾക്ക് നിന്നെ എന്ന് ചോദിച്ചു. എന്നാലും എൻ്റെ പൊന്നാൻറ്റി എന്നൊക്കെ പറഞ്ഞ് ചെറുക്കൻ ഇങ്ങനെ നിർബന്ധിച്ച് കഴിഞ്ഞപ്പോഴേക്കും അമ്മ പറയുകയാണ് എങ്കിൽ ഒരു ദിവസം നിനക്ക് വേണ്ടി ഞാൻ അവളോടൊന്ന്
കെഞ്ചി ചോദിക്കാം. എന്തായാലും എൻ്റെ മോഹങ്ങൾക്ക് കൂട്ടുനിന്നവനല്ലേ എന്ന് പറഞ്ഞു. അമ്മ ഉത്സാഹമായി. അങ്ങനെ അമ്മായിമ്മ ഒരാഴ്ച വെയിറ്റ് ചെയ്ത ശേഷമാണ് എനിക്ക് വേണ്ടി ഒരു അപൂർവ അവസരം ഒരുക്കി തന്നത്. അതിനു മുമ്പ് തന്നെ അവൻ്റെ ഇഷ്ടങ്ങളൊക്കെ അല്ലെങ്കിൽ അവനെക്കുറിച്ചുള്ള ചിത്രങ്ങളടക്കം എനിക്ക് തന്നിരുന്നു. പക്ഷേ അമ്മായിമ്മ അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി അവനോട് പറഞ്ഞു. അവൾക്ക് നല്ലൊരു ഭർത്താവുള്ള പെണ്ണാണ്. നീ വരുമ്പോൾ സ്പെഷ്യാലിറ്റി വേണം. അവളെ എങ്ങനെയൊക്കെയാണോ സന്തോഷിപ്പിക്കുക അതെല്ലാം ആയിരിക്കണം നിൻ്റെ ലക്ഷ്യം. കൂടുതൽ തിരിച്ച് ഒന്നും പ്രതീക്ഷിക്കേണ്ടെന്ന്. അതൊക്കെ ഞാൻ ഏറ്റവും പറഞ്ഞാണ് ചെക്കൻ വന്നത്. മാഡം, അന്നാണ് തടിച്ച പെണ്ണുങ്ങൾക്കുള്ള പ്രാധാന്യം ഞാൻ മനസ്സിലാക്കിയത്. അവൻ എന്നെ അടിമുടി അങ്ങ് പ്രശംസകൾ കൊണ്ട് പൊതിയുകയായിരുന്നു. ഇത്രയും സൗന്ദര്യമുള്ള ഒരാളെ അവൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ലെന്ന് പറയുകയാണ്. സത്യം പറഞ്ഞാൽ അന്നാണ് എൻ്റെ മനസ്സ് നിറഞ്ഞത്. മറ്റു പല കാര്യങ്ങളും നിറഞ്ഞു കവിഞ്ഞൊഴുകി. അതെനിക്കിവിടെ പറയാൻ പരിമിതികളുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ആ ചെക്കൻ അടുപ്പിച്ചടുപ്പിച്ച് 3-4 വട്ടം എന്നെ ഓർത്തോർത്ത് വന്നു. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ അമ്മായിമ്മ പറഞ്ഞു, സ്ഥിരമായിട്ട് വന്നു കഴിഞ്ഞാൽ പ്രശ്നങ്ങളാണ്, കോലാഹലമേടായി മാറും, അതുകൊണ്ട് നമുക്ക് മാറ്റാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ചേഞ്ച് ചെയ്തു. ഗെയിം ചേഞ്ചർ. അത് കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും പല പ്രൊഫൈലുകളും വെച്ച് ആക്റ്റീവായി. യഥാർത്ഥ പ്രൊഫൈലിൽ കൂടെയും അല്ലാതെയും ഒക്കെ ഞങ്ങൾക്ക് ധാരാളം ഇഷ്ടങ്ങൾ സാധിച്ചു തരാൻ വേണ്ടിയുള്ള ആളുകളെ ദൈവം നിരനിരയായി കൊണ്ടു തന്നു. ഞങ്ങൾ രണ്ടുപേരും ആറാടുകയായിരുന്നു. ഒരു പ്രശ്നവുമില്ലാതെയാണ് ഇതുവരെ പോയിരുന്നത്. പക്ഷേ മാഡം, അമ്മായിമ്മയ്ക്ക് 53 വയസ്സിൽ കൂടുതലുണ്ടേ. പക്ഷേ പുള്ളിക്കാരിക്കൊരു അബദ്ധം പറ്റി. കാരണം ഒരിക്കലും വിചാരിച്ചതല്ല ഇങ്ങനെ എന്തെങ്കിലും ആക്കിയിട്ട് പറ്റുമെന്ന്. പുള്ളിക്കാരി പ്രസവം നിർത്തിയതാണെന്നാണ് പറഞ്ഞത്. എങ്കിലും ഇപ്പോൾ അബദ്ധം പറ്റിയിരിക്കുകയായിരുന്നു. മിനിഞ്ഞാന്ന് ഞങ്ങൾ പോയി എല്ലാ ഡോക്ടറെ കണ്ട് ശരിയാക്കി വന്നതേ ഉള്ളൂ. ഡോക്ടറും അത്ഭുതപ്പെട്ടു പോയി. മാഡം, കുറച്ചുകൂടിയൊക്കെ പോയിരുന്നെങ്കിൽ പ്രശ്നമുണ്ടായെന്ന് പറഞ്ഞു. ഹസ്ബൻഡിനോട് മറ്റു കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ഞങ്ങൾ മാനേജ് ചെയ്തത്. എന്നാലും ഈ പ്രായത്തിൽ ഇങ്ങനെ സംഭവിച്ചല്ലോ. ഇനിയിപ്പോൾ അമ്മ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. എന്തെങ്കിലും സ്ഥിരമായ സംവിധാനങ്ങൾ വേണോ അതോ വേറെന്തെങ്കിലും വേണോ? മാഡത്തിൻ്റെ അഭിപ്രായം എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രായം വെച്ചിട്ട് ഇങ്ങനെയൊന്നും ഉണ്ടാകില്ലെന്ന് പറയാൻ പറ്റില്ല. കാര്യം പണ്ട് നടത്തിയ സർജറി അത് ഫെയിലിയർ ആയിരിക്കാം, ഒന്നും അറിയില്ല. അവരുടെ ജീവിതത്തിൽ ഒരു ആക്ടിവിറ്റീസും ഇല്ലായിരിക്കായിരുന്നു. ഇപ്പം തുടങ്ങിയപ്പോൾ ഈ പ്രായത്തിലും അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യതകൾ ചെറിയൊരു പെർസെൻറ്റേജ് ആണെങ്കിലും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്നും അങ്ങനെ ആർക്കും കറക്റ്റ് ഇന്നതേ നടക്കുമെന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. വൈദ്യശാസ്ത്രത്തെ തോൽപ്പിക്കുന്ന പല കാര്യങ്ങളും വേണമെങ്കിലും ഉണ്ടാകാം. ഇനി അമ്മ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും എന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം, നിങ്ങൾ കാണിക്കുന്ന കാര്യം ശരിയാണെന്നോ അനുകൂലിക്കുകയോ ഒന്നും ഞാൻ ചെയ്യുന്നില്ല. ഇങ്ങനെ അപരിചിതരായിട്ടുള്ള ആളുകൾ വന്നിട്ട് പോവാണ്. അപ്പോൾ ഇതിന് സുരക്ഷാപരമായ മാർഗങ്ങളൊന്നും ഉപയോഗിക്കാത്തതിൽ എനിക്ക് അത്ഭുതമുണ്ട്. ഈ അമ്മ എല്ലാ ആളുകൾ വരുമ്പോഴും സുരക്ഷിതമായ മാർഗങ്ങൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നവുമില്ല. അവരോട് പറയുക അത് വാങ്ങിക്കൊണ്ട് വരാൻ, അല്ലെങ്കിൽ നിങ്ങളത് കയ്യിൽ കരുതുക. അപ്പോൾ പ്രശ്നമൊന്നുമില്ലല്ലോ. ഒരു സുരക്ഷിതത്വവും ഇല്ലാതെ വരുന്നവരെല്ലാം സ്വീകരിച്ച് അവസാനം എന്താ സംഭവിക്കുമെന്ന് അറിയില്ല. നിങ്ങളെങ്ങനെ ആക്ടിവിറ്റീസ് ഒന്നും എനിക്കറിയില്ല. എന്തായാലും ആ ഒരു കാര്യമെങ്കിലും കറക്റ്റായിട്ട് പാലിച്ചു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടേ അമ്പാനെ? നമുക്ക് ചുമ്മാ അവസരം ഉണ്ടെന്ന് പറഞ്ഞിട്ട് എവിടെ എടുത്ത് ചാടാൻ പറ്റുമോ? അപ്പോൾ ആദ്യം ഇതിന് ബേസിക് കാര്യങ്ങൾ പഠിക്കുക. ബേസിക് സുരക്ഷിതത്വം വേണം എല്ലാ കാര്യത്തിനും, അല്ലാതെ എടുത്ത് ചാടരുത്. ഞാൻ പലരോടും എൻ്റെ ഫ്രണ്ട്സിനോട് പോലും പറയുന്ന കാര്യമാണ്. വേണം, പക്ഷേ എടുത്തുചാട്ടം കുറയ്ക്കുക.